കേരളത്തിൽ ഉഷ്ണമേഖലാ പഴവർഗ്ഗങ്ങളുടെ കൃഷിയിൽ കർഷകർ ആകൃഷ്ടരായി തുടങ്ങിയിട്ട് അധിക കാലമായിട്ടില്ല. എങ്കിലും വിപണിക്ക് പ്രിയപ്പെട്ട വിദേശ ഇനം പഴവർഗ്ഗ കൃഷിയിൽ മുതൽ മുടക്കി മികച്ച ആദായം നേടുന്നവർ നിരവധിയാണ്. നട്ട് 2-ാം വർഷം മുതൽ ആദായം ലഭിക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ടും 3-ാം വർഷം മുതൽ പൂവിടുന്ന റംബൂട്ടാനും 5 മുതൽ 8 വർഷം വരെ കാത്തിരിക്കേണ്ട അവക്കാഡോയും മാംഗോസ്റ്റീനുമൊക്കെ ഇക്കൂട്ടത്തിൽപ്പെടും. മാംഗോസ്റ്റീൻ എന്ന ഇന്തോനേഷ്യൻ പഴം പഴങ്ങളുടെ റാണി എന്നാണ് അറിയപ്പെടുന്നത്. വളരെ രുചികരമായ ഈ ഫലത്തിനു ചുറ്റും 4 ഇഞ്ച് കനത്തിലുള്ള ഒരാവരണത്തിനുള്ളിലെ മാംസളമായ വെളുത്ത ഭാഗമാണ് ഭക്ഷ്യയോഗ്യമായവ. അല്പം പുളിയോടുകൂടിയ മധുരമുള്ള പഴമാണ് മാംഗോസ്റ്റീൻ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് തൃശൂർ ജില്ലയിൽ ചാലക്കുടിക്കടുത്തുള്ള പരിയാരം എന്ന ഗ്രാമത്തിലാണ്. എന്നാൽ ഇത് വാണിജ്യ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നവർ ചുരുക്കം. അതിൽ മുന്നിൽ നിൽക്കുന്നത് ചാലക്കുടി പരിയാരം മുത്തേടം വീട്ടിലെ മെർലിൻ എന്ന 67കാരനും മക്കളായ മിഥുനും മനുവുമാണ്. വർഷം മുന്നാണ് നമ്മൾ മാംഗോസ്റ്റീൻ കൃഷി ചെയ്യുന്നത്. തെങ്ങുകളൊക്കെ കേടായി തുടങ്ങിയപ്പോഴാണ് മാംഗോസ്റ്റീൻ കൃഷിയിലേക്ക് തിരിഞ്ഞത്. ഈ 37 വർഷം പ്രായമായ മരത്തിൽ നിന്ന് നമുക്ക് 400 കിലോ കായോളം കിട്ടുന്നുണ്ട്. പിന്നെ ഇത് മാൻ പവറിലാണ് പറിക്കാൻ പറ്റുള്ളൂ. കയറി വലത്തോട്ടിയിൽ പറിക്കും. ജനുവരി ഫ്ലവർ ചെയ്യും, ഏപ്രിൽ മെയ്യിൽ കായ പറിക്കും, പഴുത്ത് പറിക്കും. കർഷകനായ മെർലിന് തെങ്ങും കവുങ്ങും ആയിരുന്നു കൂടുതൽ. തെങ്ങുകൾക്ക് കേട് വ്യാപകമായതോടെ മാറി ചിന്തിച്ചു. തെങ്ങിനും കവുങ്ങിനും ഇടവിളയായി 120 തൈകൾ നട്ടായിരുന്നു മാംഗോസ്റ്റീൻ കൃഷി പരീക്ഷണം തുടങ്ങിയത്. കഴിഞ്ഞ 15 വർഷമായി വ്യാവസായിക അടിസ്ഥാനത്തിലാണ് കൃഷി. വീടിരിക്കുന്ന 5 ഏക്കറിൽ ഉൾപ്പെടെ ഏകദേശം 1000-ൽ പരം മരങ്ങളിൽ നിന്നായി 15 ടൺ പഴങ്ങളാണ് ഇവർ പ്രതിവർഷം വിളവെടുക്കുന്നത്. വളരെ സാവധാനത്തിൽ വളരുന്ന ഒരു മരമാണ് മാംഗോസ്റ്റീൻ. തനി വിളയാണെങ്കിൽ 7 വർഷം വരെ വാഴയോ മറ്റു പച്ചക്കറികളോ ഇടവിളയായി കൃഷി ചെയ്യാം. പാടം നികത്തിയെടുത്ത സ്ഥലം മാംഗോസ്റ്റീൻ തോട്ടങ്ങൾക്ക് നല്ലതാണ്. വലുതായി കഴിഞ്ഞാൽ വെള്ളക്കെട്ടുണ്ടായാലും കുഴപ്പമില്ല. മാംഗോസ്റ്റീനും റംബൂട്ടാനും ഇടവിള കൃഷിയായിട്ട് ചെയ്യാൻ പറ്റുന്ന 2 ഫ്രൂട്ട് മരങ്ങളാണ്. അതിൽ മെയിനായിട്ട് മാംഗോസ്റ്റീനിൽ നമ്മൾ ചെറുതായിട്ട് നമ്മൾ കുഞ്ഞു തൈകൾ വെക്കുമ്പോൾ ഷെയ്ഡ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് വാഴ വെച്ച് കൊടുത്തിട്ട് അതിനിടയിൽ മാംഗോസ്റ്റീൻ വെച്ച് കൊടുത്താൽ വാഴ നനയ്ക്കുന്നതിൻ്റെ കൂടി മാംഗോസ്റ്റീന് കൃത്യമായിട്ടുള്ള ജലം കിട്ടുകയും വാഴ അതിൻ്റെ ഇടവിളയായിട്ട് കൃഷി ചെയ്യുകയും ചെയ്യാം. എന്നാൽ ഒരു 6 മാസം 1 വർഷവും കഴിഞ്ഞ് ആ വാഴ മാറ്റിയാൽ മാംഗോസ്റ്റീന് പിന്നെ ഷെയ്ഡിന്റെ ആവശ്യമില്ല. അങ്ങനെ ഒരുപാട് ആൾക്കാർ മാംഗോസ്റ്റീൻ കൃഷി തുടങ്ങുമ്പോൾ ചെയ്യാറുണ്ട്. റംബൂട്ടാന് നേരെ ഓപ്പോസിറ്റ് ആണ്, നല്ല വെയിൽ വേണ്ട മരമാണ്. റംബൂട്ടാൻ ഞാൻ കൂടുതൽ ഓപ്പൺ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ വെക്കാനാണ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത്. നനയ്ക്ക് ആവശ്യമായ ജലസേചനത്തിനായി 7ഓളം ചെറു പടുതാക്കുളവും ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. നട്ടർ, തിലാപ്പിയ തുടങ്ങിയ മീനുകളെയും ഇതിൽ വളർത്തുന്നു. ഇലകളും കായ്കളും വീണ് പടുതാക്കുളം ചീത്തയാകാതിരിക്കാനും മറ്റു പക്ഷികളിൽ നിന്നും മത്സ്യങ്ങളെ സംരക്ഷിക്കാനുമായി നെറ്റ് വിരിച്ചിരിക്കുന്നു. മാംഗോസ്റ്റീൻ മരത്തിന്റെ ഇലകൾ ലളിതവും കട്ടിയുള്ളതും നേരിയ തിളക്കമുള്ളതുമാണ്. 25ഓളം മീറ്റർ ഉയരത്തിൽ ഇവ ശാഖകളായി വളരുന്ന വൃക്ഷമാണ്. പുറംതൊലി ചെറുതായി ശൽക്കങ്ങളുള്ളതും കറുത്ത നിറമുള്ളതുമാണ്. പ്രായമായ ഒരു മരത്തിൽ നിന്നും പ്രതിവർഷം 2000ഓളം പഴങ്ങൾ ലഭ്യമാണ്.
നമ്മൾ ഡിസംബർ ജാനുവരി മാസമാണ് ഫ്ലവറിങ് സ്റ്റാർട്ട് ആവുന്നത്. ഫ്ലവറിങ് സ്റ്റാർട്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ചെയ്യേണ്ടത് വെള്ളം നന്നായിട്ട് കൊടുക്കാം. ഇതിൻ്റെ ഫ്ലവറിങ് ടൈമിൽ വെള്ളം നല്ലോണം ആവശ്യമാണ്. അത് കഴിഞ്ഞ് നമുക്ക് മെയിനായിട്ട് വന്നത് ഫ്രൂട്ട് പാകമാവുന്ന സമയത്താണ്. ഫ്രൂട്ട് പാകമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ വിളവെടുപ്പിന് കൃത്യമായിട്ട് എല്ലാ 4-ാം ദിവസവും മരത്തിൽ കയറി തന്നെ പറിക്കണം. താഴെ വീണ് കഴിഞ്ഞാൽ അത് ഡാമേജ് ആണ്. ഡാമേജ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആകെ യൂസ് ചെയ്യാൻ പറ്റുന്നത് അതിൽ നിന്ന് സീഡ് എടുത്ത് തൈ ഉണ്ടാക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് അത് നോക്കി വേണം എല്ലാ 4-ാം ദിവസവും മരത്തിൽ കയറി തന്നെ പറിക്കണം. പിന്നെ ഇതിന് മെയിനായിട്ട് ആ ടൈമിലും മഴ കുറവാണെങ്കിൽ നന്നായിട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. ഫ്ലവറിങ് ടൈമിലായാലും ഫ്രൂട്ടിൻ്റെ ടൈമിലായാലും വാട്ടർ വളരെ അത്യാവശ്യമാണ്. വെള്ളം നന്നായിട്ട് കൊടുത്തുകൊണ്ടിരിക്കും. സാധാരണ ഡിസംബർ അവസാനത്തോടെയോ ജനുവരി ആദ്യ വാരത്തോടെയോ പുഷ്പിക്കുന്ന ഇവ ഏപ്രിൽ അവസാനത്തോടെ വിളവെടുപ്പിന് പാകമാകും. ജൂലൈ അവസാനം വരെ ഇത് തുടരും. തുടക്കത്തിൽ 10-12 പഴങ്ങളുണ്ടെങ്കിൽ 1 കിലോ തൂക്കം വരും. പച്ച നിറത്തിലുള്ള കായയിൽ റോസ് കളർ ഡോട്ട് വീണാലുടൻ പറിക്കാം. പിന്നെ അത് ഇരുന്നു പഴുക്കും. ഒരു കേടും വരില്ല. ചെറിയ വലത്തോട്ടി ഉപയോഗിച്ച് പൊട്ടിച്ച് സഞ്ചിയിലാക്കിയ ശേഷം കയറിലാണ് പഴങ്ങൾ താഴെ ഇറക്കുന്നത്. തുടർന്ന് ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി എന്ന രീതിയിൽ തരംതിരിച്ചാണ് വിൽപ്പനയ്ക്കായി മാറ്റുന്നത്. നമ്മൾ മാംഗോസ്റ്റീൻ പറിച്ച് കൊണ്ടുപോകുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ കൊണ്ടുപോകുന്നത് നമ്മളിവിടെ കൂട്ടിയിടാണ് ചെയ്യുന്നത്. അതിൽ നിന്ന് നമ്മൾ സോർട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ വലിയ സൈസ്. ഈ ഇരിക്കുന്നതെല്ലാം വലിയ സൈസ് തിരിയുന്നതാണ്. ഇത് വരുമ്പോൾ ചെറുത് തിരിഞ്ഞ് മാറ്റുന്നതാണ്. സെപ്പറേറ്റ് റേറ്റ് ആയിരിക്കും. പിന്നെ അതിൽ നിന്ന് നമ്മൾ ഈ ഒരു കളർ, ഇങ്ങനെ കളർ കുറവുള്ളത്, റോസ് കളറായിട്ടുള്ളത് നമ്മൾ സെപ്പറേറ്റ് വേറെ മാറ്റാൻ ചെയ്യുന്നത്. ഇത് നമുക്ക് ലോങ്ങിലേക്ക് പോകാൻ വേണ്ടിയാണ്. നോർമൽ ഈ കളറുള്ളത് ബ്ലാക്ക്, ഡാർക്ക് ബ്ലാക്ക് ആയിട്ടുള്ളത് നമുക്കൊരു 4 ദിവസമൊക്കെയാണ് ഓപ്പൺ എയറിലിരിക്കുക. ഇതാകുമ്പോൾ നമുക്ക് കൂടുതൽ ഒരു 6-8 ദിവസം വരെ കിട്ടും. നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത് നമുക്ക് അകലേക്ക് അയക്കുന്ന ആവശ്യത്തിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇവിടെ തന്നെ കസ്റ്റമേഴ്സ് വന്നിട്ട് നമുക്ക് ലോങ് പോകാൻ വേണ്ടി ഇപ്പോൾ പുറമേക്ക് പാക്ക് ചെയ്ത് പോകണം, അങ്ങനെ വന്ന കേസുകളിൽ നമ്മൾ സെലക്ട് ചെയ്ത് ഇങ്ങനെ കൊടുക്കും. അല്ല നമുക്ക് കൈയോടെ കഴിക്കാനാണെങ്കിൽ നമ്മൾ ഈ ഒരു കളറാണ് ചെയ്ത് കൊടുക്കും. പുറത്തുനിന്ന് കർഷകർ കൊണ്ടുവരാണെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ താഴെ ചെരിഞ്ഞ് ഇതുപോലെ ക്ലിയർ ചെയ്ത് എടുക്കും. പുറത്തുനിന്ന് കർഷകർ കൊണ്ടുവരുമ്പോൾ നമ്മൾ പ്രത്യേകം പറയും, താഴെ വീണ ഒറ്റ കായ് എടുക്കില്ല എന്ന് പറയും. നമ്മൾ നോക്കിയിട്ട് ചെക്ക് ചെയ്ത് നോക്കി ഒരുപാട് വീണ കായ് ഉണ്ടെങ്കിൽ കൈയോടെ റിജക്ഷൻ ആയിരിക്കും, നമ്മൾ സെലക്ട് ചെയ്ത് എടുക്കില്ല. വിളവെടുക്കുന്ന ജൂൺ ജൂലൈ മാസങ്ങളിൽ മഴ പെയ്താലും പഴത്തിന്റെ സ്വാദ് തെല്ലും കുറയില്ല. 4-5 ദിവസം തുടർച്ചയായി മഴ പെയ്താൽ മാത്രമാണ് അപ്പോൾ വിളവെടുക്കുന്ന പഴങ്ങൾക്ക് ജലാംശം കൂടുന്നതായും മധുരം അല്പം കുറയുന്നതായും കണ്ടിട്ടുള്ളത്. മാംഗോസ്റ്റിൻ എന്ന് പറഞ്ഞ ഫ്രൂട്ട് മറ്റുള്ള ഫ്രൂട്ടുകളിൽ വ്യത്യസ്തമാകുന്നത് പഴങ്ങളുടെ റാണിയാണ് മാംഗോസ്റ്റിൻ എന്ന് പറയാം. പഴങ്ങളുടെ റാണി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, റാണിയും അതുപോലെ തന്നെ കിങ് ഓഫ് ഫ്രൂട്ട്, ക്യൂൻ ഓഫ് ഫ്രൂട്ട് ഉണ്ട്. അതിൽ ക്യൂൻ ഓഫ് ഫ്രൂട്ട് ആണ് പഴങ്ങളുടെ ഈ പറയുന്ന മാംഗോസ്റ്റിൻ. അതിൻ്റെ ഒരു കാരണം, നമുക്ക് ഇതിനൊരു ക്രൗൺ ഉണ്ട്, മാംഗോസ്റ്റിൻ്റെ ഒരു ക്രൗൺ, അതായത് കിരീടം എന്ന് പറയുന്ന ഭാഗമാണ് ഇത്. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ്, ഇതൊരു സബ് ട്രോപ്പിക്കൽ ഫ്രൂട്ടാണ്, എല്ലാ ഏരിയയിലും വളരുന്ന ഒരു ഫ്രൂട്ടല്ല. അപ്പോൾ ഈ മാംഗോസ്റ്റിൻ പഴങ്ങളുടെ റാണിയാണ്, അതുമാതിരി തന്നെ എക്സോട്ടിക്കുമാണ്, എക്സോട്ടിക് ഫ്രൂട്ട്സിൽ പെടുന്നതാണ് മാംഗോസ്റ്റിൻ. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് പൈനാപ്പിൾ, പീച്ച്, സ്ട്രോബെറി, ഇത് മൂന്നിൻ്റെയും ടേസ്റ്റ് ഇടകലർന്ന രീതിയിലുള്ള ഒരു ടേസ്റ്റാണ്. നമുക്ക് അത് കൃത്യമായിട്ട് വർണ്ണിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ടേസ്റ്റാണ് ഈ മാംഗോസ്റ്റിൻ്റെ ടേസ്റ്റ്. അതിപ്പോൾ കഴിച്ച് തന്നെ അത് ആസ്വദിക്കണം, എന്നാലാണ് കൃത്യമായിട്ടുള്ള നമുക്ക് ടേസ്റ്റ് പറയാൻ പറ്റുള്ളൂ. ഒരുപാട് ആൾക്കാർ ഈ മാംഗോസ്റ്റിൻ സീസണിൽ ഈ ഫ്രൂട്ട് കഴിക്കാൻ വേണ്ടി മാത്രം ഇവിടെ വന്ന് ഈ ഫ്രൂട്ട് വാങ്ങാറുണ്ട്. പറിക്കുമ്പോഴോ അല്ലാതെയോ താഴെ വീഴുന്ന പഴം വിൽക്കാറില്ല. പകരം ഇത് തൈ മുളപ്പിക്കാൻ എടുക്കുകയാണ് ഇവർ ചെയ്യുന്നത്. മാംഗോസ്റ്റിനും റംബൂട്ടാനും വരുന്ന എന്തെങ്കിലും, പല ആൾക്കാർക്കും പല സംശയങ്ങളുണ്ട്, അതിനെന്തെങ്കിലും രോഗങ്ങൾ വരുമോ, അല്ലെങ്കിൽ അത് നടുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത്. ഒന്ന്, പ്രത്യേകിച്ച് ഒരു രോഗവും മാംഗോസ്റ്റിൻ റംബൂട്ടാനിൽ ഇതുവരെ കാണപ്പെടുന്നില്ല. അതിൽ മാംഗോസ്റ്റിന് കാണപ്പെടുന്നത്, മിക്ക ആൾക്കാർ ഈ മാംഗോസ്റ്റിൻ പ്ലാന്റ് കൊണ്ടുപോയി വെക്കുകയും അതിനുശേഷം കറക്റ്റായിട്ടുള്ള പരിചരണം ഇല്ലാത്തതിന് കൊണ്ടും ഓവറായിട്ട് വെയിലടിക്കുന്ന സ്ഥലത്ത് വെക്കുന്നതുകൊണ്ട് മാംഗോസ്റ്റിൻ പെട്ടെന്ന് ഉണങ്ങിപ്പോകുന്ന ഒരു പ്രതീതി കാണപ്പെടുന്നുണ്ട്. മാംഗോസ്റ്റിൻ പഴങ്ങളുടെ ഡിമാൻഡ് വർദ്ധിച്ചതോടെ
വീടിനോട് ചേർന്ന് തന്നെ ഒരു വിപണന കേന്ദ്രവും ഇവർ ആരംഭിച്ചു. സീസണിൽ ലേബർ, സോർട്ടിംഗ്, പാക്കിംഗ്, ട്രാൻസ്പോർട്ടേഷൻ തുടങ്ങിയ വിഭാഗങ്ങളിൽ കുറച്ചുപേർക്ക് ജോലി കൊടുക്കാനുമാകുന്നു. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി പ്രാദേശിക കർഷകരുടെ മരങ്ങളും ഇവർ ലീസിന് എടുക്കുന്നുണ്ട്. കൂടാതെ തൃശൂർ ജില്ലയ്ക്കകത്തും പുറത്തുമുള്ള ചെറുകിട കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന മാംഗോസ്റ്റീൻ വിൽപ്പനയ്ക്കായി ഇവിടെ കൊണ്ടുവരുന്നവരും ധാരാളം. എൻ്റെ പേര് എബ്രഹാം, എൻ്റെ അനിയനാണ് ജോസഫ്. ഞങ്ങൾ കാഞ്ഞിരപ്പള്ളിയിലാണ് വീട്. കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ഞങ്ങൾക്കൊരു 10-30 മരം മാംഗോസ്റ്റീനുണ്ട്. അത് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നാണ് ഇപ്പോൾ 2 വർഷമായി ഇവിടെ കൊണ്ടുവന്നാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ഇവിടെ കൊണ്ടുവന്നാൽ എപ്പോൾ കൊണ്ടുവന്നാൽ അത് എടുക്കുന്നു, പിന്നെ ന്യായമായ വിലയും ഞങ്ങൾക്ക് കിട്ടുന്നു. അതുകൊണ്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. പഴങ്ങളുടെ ഡിമാൻഡിന്റെ മാനദണ്ഡം ഗുണമേന്മ തന്നെ. ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇവർക്കില്ല. താഴെ വീഴുന്ന ഒരൊറ്റ പഴം പോലും വാങ്ങാറുമില്ല, വിൽക്കാറുമില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ പ്രധാന മെട്രോ സിറ്റികളിലേക്കും എല്ലാം വൻ ഓർഡറുകളാണ് ഇവർക്ക് ലഭിക്കുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് കോഴിക്കോട്, മലപ്പുറം, എറണാകുളം ജില്ലകളിലാണ്. പഴങ്ങൾക്കെന്ന പോലെ മാംഗോസ്റ്റീൻ തൈകൾക്കും ആവശ്യക്കാർ ഏറിയതോടെ മെർലിൻസ് നഴ്സറിയും പിറവിയെടുത്തു. മാംഗോസ്റ്റീൻ, റംബൂട്ടാൻ, പുലാസാൻ എന്നിവയുടെ തൈകൾ മാത്രമേ ഈ നഴ്സറിയിൽ വിൽപ്പനയ്ക്കുള്ളൂ. ഒരു മാംഗോസ്റ്റീൻ ഫ്രൂട്ടിൽ 1-2 കുരുവാണ്, അതായത് സീഡാണ് ഇതിന്റെ ഉള്ളിൽ ഉണ്ടാവാറ്. അലികളുടെ എണ്ണം 4, 5, 6 ആവാം. സീഡ് മാക്സിമം 1-2 മാക്സിമം ഉണ്ടാവാറുള്ളൂ. ഇപ്പം ഇങ്ങനത്തെ ഒരു മാംഗോസ്റ്റീൻ പഴത്തിൽ നിന്ന് നമുക്ക് പൊളിച്ചാൽ അത് കാണാം. ഇതാണ് അതിന്റെ സീഡ്. ഇതായിരിക്കും ആ സീഡ്, ഏറ്റവും വലിയത്. ഈ സീഡ് മുളപ്പിച്ചിട്ട് ഉള്ള തൈകളാണ് നമ്മളിപ്പോൾ ഈ ബാക്കിൽ കാണുന്നത്. ഇതെല്ലാം മാംഗോസ്റ്റീൻ സീഡ്ലിംഗ് പ്ലാന്റുകളാണ്. ഈ സീഡ് മുളച്ച് 4 വർഷമായ പ്രായമുള്ള തൈകളാണ് നമ്മളിപ്പോൾ വിൽക്കാൻ വെച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഈ സീഡ് നേരെ മണ്ണിലേക്ക് നട്ടാണ് ഇങ്ങനത്തെ തൈകൾ മുളപ്പിക്കുന്നത്. മാതൃവൃക്ഷങ്ങളിലെ പഴങ്ങളുടെ കുരുപാകി 3 മാസം കഴിഞ്ഞാൽ 2 ഇലകൾ ഉള്ള തൈയാകും. 6-7 മാസം കഴിഞ്ഞ തൈകളാണ് അടുത്ത ലെവൽ. പിന്നെ 1 തട്ട്, 2 തട്ട്, 3 തട്ട് എന്നിങ്ങനെയാണ് തൈകളുടെ തരം. ഇതാണ് നമ്മളൊരു തൈ ഇവിടെ ഉള്ളതിൽ ഒരു ചെറിയ സൈസിലുള്ളത്. ഇതെന്ന് പറയുമ്പോൾ നമുക്കൊരു തൈ വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ കുരു പാവി മുളച്ച് ഒരു 2.5 വർഷം, 2.5 വർഷത്തിൽ 3 തവണ കവറ് മാറിയാണ് നമ്മൾ ഈ സൈസിലേക്ക് ആക്കുന്നത്. നമ്മൾ ഈ സൈസിലേക്ക് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മളിപ്പോൾ ഇത് കൊണ്ടുപോയി വെക്കുകയാണെങ്കിൽ ഇനിയും നമുക്കൊരു 6 വർഷം സമയമെടുക്കും കായ ആവാൻ. ഇതിലൊരു കായ സ്റ്റാർട്ട് ചെയ്യാൻ, അതായത് ഫ്ലവറിങ് സ്റ്റാർട്ട് ആവാൻ. ഇതിപ്പോൾ വെക്കണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സൈസുള്ള കുഴി എടുത്താൽ മതി. ഈ ഒരു കവർ സൈസുള്ള കുഴി എടുക്കുക. വട്ടം എടുക്കുമ്പോൾ ഈ കുഴിയുടെ വട്ടം എടുക്കുമ്പോൾ ഇതിൻ്റെ ഈ കവർ സൈസിൻ്റെ വട്ടത്തിൻ്റെ ഇരട്ടി എടുക്കുക. എന്നിട്ട് ഈ മണ്ണ് മാറ്റിയിട്ട് കവറ് പൊട്ടിച്ച് മണ്ണ് ഇറക്കി വെക്കുന്നു. നമ്മൾ ഈ ചുറ്റും ഫില്ല് ചെയ്യുന്ന മണ്ണിൻ്റെ കൂടെ നമുക്ക് ജൈവവളം ആഡ് ചെയ്യാം. അത് കപ്പല്ലി പിണ്ണാക്ക്, ആട്ടുംകാട്ടം, എല്ലുപൊടി എന്ത് വേണേലും നമുക്ക് ആഡ് ചെയ്യാം. നമുക്ക് ലഭിക്കാവുന്ന ജൈവവളം ലഭിക്കാവുന്ന സൗകര്യം ഏതാണോ അത് നമ്മൾ ആഡ് ചെയ്യാം. ഒരു തൈയുടെ കൂടെ മണ്ണിൻ്റെ കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഒരു 250 അല്ലെങ്കിൽ 300 ഗ്രാം വരെ മണ്ണിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ആഡ് ചെയ്യാം. എപ്പോഴും മിക്സ് ചെയ്ത് ആഡ് ചെയ്യുന്നതാണ് നല്ലത്. വെറുതെ ജൈവവളം ഇട്ടിട്ട് അതിന് മുകളിൽ മണ്ണ് ഇടുന്നതിന് നല്ലത് മിക്സ് ചെയ്ത് ആഡ് ചെയ്യാൻ നോക്കാം എപ്പോഴും. അതായിരിക്കും നമുക്ക് ഒന്നുകൂടി ഫലപ്രദമായിട്ട് കണ്ടേക്കണം. പിന്നെ നമ്മളിങ്ങനെ ഒരു തൈ വെച്ച് കഴിഞ്ഞാൽ 6 കൊല്ലം സമയം എടുക്കുമെന്ന് പറഞ്ഞാലും നമുക്ക് അതിൽ നിന്ന് ക്രോപ്പ് കിട്ടുന്നത് 6 കൊല്ലം കഴിഞ്ഞാണെങ്കിലും ഇതിൻ്റെ ഒരു ആയുസ് പറയുന്നത് 200 കൊല്ലമാണ്. ഇപ്പം നമ്മുടെ തറവാട്ടിലുള്ള ഒരു മരങ്ങളൊക്കെ 150 കൊല്ലമാണ് ഇപ്പം പ്രായമായത് നമ്മുടെ തറവാട്ടിലുള്ളത്. പക്ഷെ അത് കറക്റ്റ് ഏജ് എത്രയാന്ന് വെച്ചാൽ ഞങ്ങൾക്കും അറിയില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മളിത് നടന കാലത്ത് അപ്പൂപ്പൻ്റെ ചെറുപ്പത്തിൽ നട്ടേക്കെന്താന്നാ പറയുന്നത്. കറക്റ്റ് ഏജ് നമുക്കും അറിയില്ല. അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ വരുന്നത്. തൈ നട്ട് 6 മാസം വരെ നിർബന്ധമായും തണൽ നൽകണം, നനയും വേണം. ഒരേക്കറിൽ 70 മുതൽ 75 മരങ്ങളെ നടാനാകൂ.
20 അടി അകലമാണ് ശാസ്ത്രീയം. അപ്പോൾ ഈ മാംഗോസ്റ്റിൻ ചെറിയ തൈകൾ നമ്മൾ വെക്കുമ്പോൾ എപ്പോഴും അത് ഷെയ്ഡിലാണ് വെച്ച് കൊടുക്കേണ്ടത്. അതല്ലെങ്കിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഷെയ്ഡ് മാംഗോസ്റ്റിൻ തൈകൾക്ക് വെച്ച് കൊടുക്കണം. അതല്ലെങ്കിൽ ഇല കരിച്ചിൽ, കൂടുതൽ ചൂട് വരുന്ന സമയത്ത് ഈ മാംഗോസ്റ്റിൻ്റെ ഇലകൾ കരിയാനും അതുപോലെ ചെറിയ പ്ലാന്റുകൾ നശിച്ചു പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്നല്ലെങ്കിൽ നമ്മൾ ഷെയ്ഡുള്ള സ്ഥലത്ത് മാംഗോസ്റ്റിൻ നടുക, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഷെയ്ഡ് കൊടുക്കുക. ഒരു 6 മാസത്തിന് ശേഷം മാംഗോസ്റ്റിൻ തൈകൾക്ക് പിന്നെ ഷെയ്ഡോ മറ്റോ പരിചരണങ്ങളോ ഒന്നും ആവശ്യമില്ല. കൃത്യമായിട്ടുള്ള വളപ്രയോഗങ്ങൾ മാത്രം മതി. അത് ജൈവവളങ്ങൾ മാത്രമേ നമ്മളോട് ചെയ്യുന്നുള്ളൂ. അത് മാത്രമാണ് നമ്മൾ പറയുന്നത്. ആ ഒരു വളങ്ങൾ മാത്രം ചെയ്താൽ മതിയെന്ന്. പരമ്പരാഗത പഴവർഗ്ഗങ്ങളുടെ ക്രമാതീതമായ വിലയിടിവും വർദ്ധിച്ച പരിപാലന ചെലവും മൂലം പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സ്ഥിതിവിശേഷത്തിലാണ് ഇന്ന് കർഷകർ. കുറഞ്ഞത് 25 വർഷമെങ്കിലും ലാഭം കിട്ടുന്ന കൃഷിയിൽ നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്ന കർഷകർക്ക് എല്ലാം കൊണ്ടും അനുയോജ്യമായ ഒരു വിദേശ പഴവർഗ്ഗ കൃഷിയാണ് മാംഗോസ്റ്റീൻ. കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: പ്രൊഡ്യൂസർ കൃഷി ദർശൻ, ദൂരദർശൻ കേന്ദ്രം, കുടപ്പനക്കുന്ന്, തിരുവനന്തപുരം 695043. ഫോൺ 0471 27318770. ഇമെയിൽ ddkrishitv@gmail.com.